അപ്പോൾ നമ്മളുള്ളത് കൃഷ്ണമൂർത്തി സ്വാമിയുടെ വീട്ടിലേക്കാണ്. കൃഷ്ണമൂർത്തി സ്വാമി, വളരെ സന്തോഷം. ഇത്രയും ദൂരം ഈ നമ്മുടെ ഗ്രാമത്തിൽ വന്ന് ഈ റിപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകണതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഗ്രാമക്കാർക്ക് മുഴുവൻ വലിയ സന്തോഷമാണ്. മാത്രമല്ല ഈ ഗ്രാമം വരുന്നത് എന്നും മനുഷ്യ ചങ്ങലയാണ്. നിങ്ങളുടെ അത്രയും റിലേഷനിലാണ് നിങ്ങൾക്ക് ഇടുന്നത്. ഇപ്പൊ ഓരോ പാർട്ടികളെ എപ്പോഴെങ്കിലും കൊല്ലത്തിലോ 6 മാസത്തിലോ മനുഷ്യ ഇവിടെ ഞങ്ങൾ ഏത് സമയത്തും മനുഷ്യ ചങ്ങലയാണ്. അതായത് ഒരു ബർത്ത്ഡേ കൊണ്ടാണെങ്കിൽ 500 പേരിന് ഇഷ്ടപ്പെട്ടാലേ ഞങ്ങൾക്ക് ഒരു ബർത്ത്ഡേ കഴിക്കാൻ പറ്റുള്ളൂ. അത്രയും യോജിപ്പുള്ള ഗ്രാമമാണ്. മാത്രമല്ല അനദർ കോസ്റ്റുകൾ ആരും ഈ ഗ്രാമത്തിൽ ഇതേവരെ വന്ന് അപ്പൊ നോക്കൂ, വളരെ സാമുദായിക ഐക്യവും നമുക്കൊന്ന് മുമ്പോട്ട് ഇറങ്ങി നിൽക്കാം. കൃഷ്ണമൂർത്തി സ്വാമി ഒന്ന് മുമ്പോട്ട് ഇറങ്ങി. അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് വരും, 2 ലൈറ്റാണ്. അകത്തോട്ട് കയറുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ, പുറത്തോട്ട് ഇറങ്ങിയാൽ നല്ല ചൂടുവാണ്. അപ്പോൾ കൃഷ്ണമൂർത്തി സ്വാമി, അപ്പോൾ കൃഷ്ണമൂർത്തി സ്വാമി ഇവിടുത്തെ ഒരു ഇടയ്ക്ക വാദകൻ കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഈ ഗ്രാമത്തിൽ ഒട്ടേറെ പ്രതിഭകളുണ്ട്. ഈ ഗ്രാമത്തിൽ നിന്ന് വിവിധ രാജ്യങ്ങളിൽ പോയി പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇവരെല്ലാവരും ഈ നവരാത്രി ആകുമ്പോൾ തിരിച്ചു വരും. നവരാത്രി ആവുമ്പോൾ ജീവൻ ഉണ്ടെങ്കിൽ ഇവിടെ എത്തിയിട്ടുണ്ടാവും. ജീവൻ ഉണ്ടാകണം അവർക്ക്. അവർ ജീവനുള്ളവര് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഈ ഗ്രാമത്ത് വന്ന് 10 ദിവസം ഈ നവരാത്രി കണ്ട് ഭഗവാനെ തൊഴുതിയ ശേഷമേ അങ്ങോട്ട് പോകുള്ളൂ. അത് ജോലി പോയാലും വിരോധമില്ല. ഞാൻ പഠിക്കുന്ന കാലത്ത് 10 ദിവസം സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ടാണ് അതെ ഈ ആന വന്ന് 10 ദിവസം പോകാത്തോണ്ടാണോ പിന്നീട് ജോലിയൊന്നും കിട്ടാതെ പോയതൊരു ചോദ്യം ആൾക്കാർ. ജോലി ഇപ്പോഴും ഉണ്ട്. ഞാൻ മെഡിക്കൽ ഓക്സിജൻ കൊണ്ടുപോകുന്ന ആളാണ്. അപ്പൊ ഈ സാമൂഹിക ജീവിതത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അത് അവരുടെ ലൈഫിലെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. നമ്മളിപ്പോൾ കോടിക്കണക്കിന് രൂപ 10 ദിവസം ചിലപ്പോൾ കിട്ടത്തില്ലെന്നിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പം കിട്ടുന്ന ഒരു ഫീലിംഗ് കോടി രൂപയേക്കാൾ വലുതാണ്. അതെ അതെ, കോടി രൂപ തന്നാലും ഇവിടേക്ക് വരുന്നവർ ഇവിടെ വന്നിട്ട് കോടി പിന്നെ മേടിക്കാം. അതാണ് പ്രത്യേകത. അപ്പൊ നമുക്ക് ഇടയ്ക്കയിലേക്കൊന്ന് കടക്കാം. വേറൊരു ആഗ്രഹം, എന്റെ കൂടെ ഒരു ഇടയ്ക്കയും കൂടിയുണ്ട്. ആശാൻ കൂടി ഒന്ന് തോളിലിട്ടൊന്ന് ദൈവമേ പെട്ടു. എനിക്കതിന്റെ താളമോല കാര്യമായിട്ട് ഇല്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അപ്പൊ ശരി 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 കാര്യമാണ്. ശരി, അപ്പോൾ നമുക്ക് അതിലേക്ക് കൂടി പോകാം. ഒരു പ്രേക്ഷകരുടെ മെസ്സേജ് കൂടി വരുന്നുണ്ട്. മനോഹരമായ ഗ്രാമത്തെക്കുറിച്ചാണ്. കുരുക്ഷേത്ര പരിപാടി ഏകപക്ഷീയമാണെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നരുത് കേട്ടോ. അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അങ്ങനെയല്ല, ഓരോ സ്ഥലത്തും അവരവരുടേതായ ആൾക്കാരൊക്കെ വന്ന് ഗംഭീരമായ പെർഫോമൻസ് നടത്തും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എനിക്ക് ഇതേമാതിരി ഒരു ഇടയ്ക്കുണ്ട്. അപ്പൊ നിങ്ങളുടെ തോളിലിട്ടിട്ട് ഞാനും നിങ്ങളൊരു ലൈവ് കാണുന്ന ആഗ്രഹമുണ്ട്. കിട്ടിക്കളയാം അല്ലേ? അത് നമുക്ക് പ്രശ്നം. പക്ഷെ വളരെ പവിത്രമായ വളരെ പവിത്രമായ സംഭവം ആയതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ തന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടു. ഇടയ്ക്ക് ഇടുന്നതിന് തന്നെ ഒരു രീതിയുണ്ട് അല്ലേ? ഇങ്ങനെ ഇടുക. 1 കൊല്ലം പഠിക്കണം സാറേ. 1 കൊല്ലം പഠിക്കണം. അതെ, ഇടാൻ 1 കൊല്ലം പഠിക്കണം. 1 കൊല്ലം പഠിക്കണം. ഇടയ്ക്ക് ഇതിന് പറയുന്നത് എന്താണ്? ഇത് ഇടയ്ക്കക്കോല്. ഇത് മന്ദാരം, കിങ്ങിണി മന്ദാരം കൊണ്ടുണ്ടാക്കിയ കോലാണ്. കിങ്ങിണി മന്ദാരം കൊണ്ടുണ്ടാക്കിയ കോലാണ്. പ്രത്യേകമാണ്. അതെ അതെ, ഇതിന് പ്രത്യേക കിങ്ങിണി മന്ദാരം ഉണ്ടാക്കിയാലേ അതിന്റെ ശരിയായ സൗണ്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ബാലപാഠം പഠിപ്പിക്കുന്നത് പോലെ എന്നെ ഒന്ന് പഠിപ്പിക്കണം. അതെ അതെ. അപ്പൊ അപ്പൊ സാറേ ഇത് വേറെ ആരെങ്കിലും സപ്പോർട്ട്. പക്ഷെ അപ്പൊ ശബ്ദം കേൾക്കത്തില്ല. ഒരു കാര്യം ചെയ്തോ, ചേട്ടാ ഇങ്ങോട്ട് പിടിച്ചോ. ശിവദാസേ ഇങ്ങോട്ട് പിടിച്ചോ. ആ ശബ്ദത്തിലേക്ക് അവിടെ നിന്നു. അപ്പൊ ബാലപാഠം പറയുന്നത് മൈക്ക് ഇവിടെ കൊടുക്കണം. അതൊന്ന് കൊട്ട. ഇതൊക്കെ സാറ് ഇവിടെ വെച്ചാലേ രൂപമുള്ളൂ. അത് എല്ലാം കൂടി നടക്കില്ല. കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഇത് ലൈവ്, ഇതാണ് എന്റെ ആയുധം. ഇതാണ് അവിടെ നിന്ന് മോളിൽ നിന്ന് വരുന്ന സന്ദേശം മുഴുവൻ ഇതിനകത്താണ്. ഇത് ആദ്യം തുറക്കാം. തെറ്റി. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യും. ഇനി തെറ്റി നമ്മൾ ഇടയ്ക്കയുടെ ആസ്വാദനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകരെ നമ്മൾ വിഷമിപ്പിക്കുന്നില്ല. ഒന്ന് വായിച്ച് നമുക്ക് നോക്കാം.
രഘു ഒരു മെസ്സേജ് കേട്ടോ, ഞാൻ ആ മെസ്സേജ് കൂടി ഇത് വായിക്കാം. മെസ്സേജ്: സെൽവമാമ കലക്കിനയിൽ പ്രൗഡ് ഓഫ് യു. വിദേശങ്ങളിൽ ഇരുന്നും ആളുകൾ നമ്മുടെ പരിപാടി കാണുന്നുണ്ട്. അറിയപ്പെടുന്നത് സെൽവ മാമ രൂപത്തിലാണ്. അത് ശരി. മോളുടെ പേരെന്താ? ഫോട്ടോ ജേർണലിസം. ഫോട്ടോ ജേർണലിസമാണ്. ഇത് അയച്ചിരിക്കുന്നത് മകളാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. വരദ ആണ്. വരദ എന്നാണോ പേര്? അല്ലല്ലോ, നക്ഷത്ര പേരാണ്. നക്ഷത്ര. അപ്പൊ ഇത് വരദ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു അക്കൗണ്ട് ഇന്ത്യൻ എക്സ്പ്രസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ ഓക്കെ. അവർ ജേർണലിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഒരു ജേർണലിസ്റ്റ് കുടുംബത്തിൽ നിന്നുള്ള സെൽവമാമന്റെ സ്വാമിയുടെ കൊട്ടാണ് നമ്മൾ കേട്ടത്. ഇടയ്ക്ക വാദനമാണ് നമ്മൾ കേട്ടത്. അമേരിക്ക